98% പെൺകുട്ടികളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്ന് പറയും. സാധാരണ ഭാഷയിൽ അസ്ഥിരുക്കം എന്ന് പറയും. അസ്ഥിരുക്കം കേട്ടിട്ടില്ലേ? അസ്ഥിരുക്കം എന്താണ്? മൂത്രമൊഴിക്കുന്ന ഭാഗത്തു കൂടെ, വജൈനെ കൂടെ വെള്ള കളറിലൊരു ദ്രാവകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആദ്യം ഒന്നും ചൊറിച്ചിലുണ്ടാവില്ല, പിന്നെ അത് കളറ് മാറി മഞ്ഞ കളറാവും. അപ്പൊ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടാൻ തുടങ്ങും. പിന്നെ വീണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കളറ് മാറിയിട്ട് ചുവപ്പ് കളറാവും. അപ്പോഴേക്ക് ചീത്ത സ്മെല്ലൊക്കെ ആ ഭാഗത്ത് നിന്ന് വരാൻ തുടങ്ങും. പിന്നെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ കറുപ്പ് കളറാവും. അതാണ് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞത്. ഇത് ചെറിയ അസുഖമായിട്ട് കാണരുത്. ഇത് വലിയ രോഗങ്ങളിലെ ഉണ്ടാക്കാനുള്ള ഒരു തുടക്കമായിട്ട് സംഭവിക്കാറുണ്ട്. അസ്ഥിയുക്കം വരാൻ കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം വൃത്തിയില്ല എന്നുള്ളതാണ്. വൃത്തിയുള്ള ഇന്നർവെയറുകൾ ധരിക്കുന്നില്ല. നമ്മുടെ ഇന്റേണൽ അവയവങ്ങൾ, അതായത് ഈ വജൈന പോലുള്ള അവയവങ്ങൾ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നില്ല, അല്ലെ? ഷെയ്വ് ചെയ്യലും കാര്യങ്ങളും അതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അസ്ഥിരുക്കത്തിന് വൃത്തി മാത്രമല്ല കേട്ടോ കാരണം. കോട്ടൺ ഇന്നർവെയർ ധരിക്കണം, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ എപ്പോഴും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അതിന് കാരണം. ഏതാണ്? അസ്ഥിരിക്കം വരുന്ന കുട്ടികൾ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണം അച്ചാറുകൾ, അല്ലെ? അച്ചാറുകൾ തൊടരുത്, കഴിക്കരുത്, കണ്ണുകൊണ്ട് കാണരുത്. കണ്ട അസ്ഥിരുക്കം വരും, അല്ലെ? അച്ചാറ് മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പൊ എല്ലാരും മുഖത്തും ഒരു സങ്കടം വന്നു. അച്ചാറൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഉപ്പിലിട്ടതും മുളക് കറികളും വിനേഗർ അടങ്ങിയ സാധനങ്ങളും ബേക്കറികളും ഒക്കെ അസ്ഥിരിക്കത്തിന് കാരണമായി മാറാറുണ്ട്. അയ്യോ, പിന്നെ എന്ത് കഴിക്കും? നല്ല ഭക്ഷണങ്ങൾ വേറെ എന്തെല്ലാം ഉണ്ട്, അതൊക്കെ കഴിക്കാം, അല്ലെ? നല്ല വെള്ളം കുടിക്കാം. മൂന്നാമത്തെ കാരണം അസ്ഥിരുക്കത്തിന് വെള്ളം കൂടി കുറയുന്നതാണ്. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ശരിക്കും നടക്കില്ല. ബോഡിയുടെ ഫ്ലൂയിഡ് കണ്ടന്റ് കുറയുന്നതിനനുസരിച്ച് ഹൈഡ്രേഷൻ നടക്കില്ല. ഈ വൃത്തിയുടെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചു തന്ന ഒരു കാലഘട്ടം ഉണ്ട്. ഏതായിരുന്നു ആ കാലഘട്ടം? കൊറോണ വന്നപ്പോ എന്തോരു വൃത്തിയായിരുന്നു എല്ലാവർക്കും, അല്ലെ? ഒരു ഒന്നൊന്നര വൃത്തിയായിരുന്നു. അതൊക്കെ എവിടെ പോയി, അല്ലെ? അപ്പൊ വൃത്തി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അപ്പൊ എന്തൊക്കെയായി? ഭക്ഷണമായി, വ്യായാമം, വെള്ളം, വൃത്തി.